I'd rather talk about where I am. എപ്പിസോഡിന്റെ തുടക്കത്തിൽ മിസ്റ്റർ ബോമാന്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ റെബേക്ക ആമിഷ് സമൂഹത്തിൽ അനുവചനീയമല്ലാത്ത വസ്തുക്കൾ റെബേക്കയുടെ മുറിയിൽ നിന്നും കണ്ടുപിടിച്ചതിനെ തുടർന്ന് റെബേക്കയുടെ അച്ഛനും മുത്തച്ഛൻ ബോമാൻ ഫസ്റ്റും, അതായത് നമ്മുടെ പ്രോക്ടറുടെ അച്ഛനും ചേർന്ന് റെബേക്കയെ ആമിഷ് സമൂഹത്തിൽ നിന്നും പുറത്താകുന്നു. റെബേക്ക ആവുന്നത്ര കരഞ്ഞു പറഞ്ഞിട്ടും അതൊന്നും ചെവി കൊള്ളാതെ അവർ റെബേക്കയെ ആമിഷ് സമൂഹത്തിൽ നിന്നും പുറത്താക്കുന്നു. തന്റെ വീട് വിട്ട് എങ്ങോട്ടെന്നില്ലാതെ പോവുകയാണ് റെബേക്ക. ആ സീൻ അവിടെ കട്ട് ചെയ്ത് ലൂക്കസിന്റെ മുറിയാണ് കാണിക്കുന്നത്. അവിടെ ഇന്നലത്തെ കാര്യമായ പരിപാടികളൊക്കെ കഴിഞ്ഞ് ക്യാരി പോകാൻ ഇറങ്ങുമ്പോഴാണ് ലൂക്കസ് ഉറക്കത്തിൽ നിന്നും എണീറ്റ്, ആന നമുക്ക് എവിടെയെങ്കിലും പോയി ഒരുമിച്ച് ജീവിക്കാം, ഇനിയും എത്ര നാളെന്ന് കരുതിയ ക്യാരി എന്ന പേരിൽ നീ അഭിനയിക്കാൻ പോകുന്നത്? നീ അങ്ങനെ പറയുന്നതുകൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല. എനിക്കിപ്പോൾ ഒരു കുടുംബമുണ്ട്, അവരെ വിട്ട് എനിക്ക് എങ്ങോട്ടും വരാൻ കഴിയില്ല എന്ന് ക്യാരി ലൂക്കസിന്റെ അടുത്ത് പറയുമ്പോൾ, ആ കുടുംബം എന്റേതാണ്, ദേവ എന്റെ മകളാണെന്ന് അവളെ ആദ്യം കണ്ടപ്പോഴേ എന്റെ മനസ്സ് പറഞ്ഞിരുന്നു, ഇനിയെങ്കിലും സത്യം പറയാനാ, അവൾ എന്റെ മകളല്ലേ എന്ന് ലൂക്കസ് ചോദിക്കുമ്പോൾ ക്യാരി അതേ എന്ന് ലൂക്കസിനോട് മൂളുന്നു. എന്നിട്ട് ലൂക്കസിനോട് പറയുന്നു, ലൂക്കസ് ജയിലിലായിരുന്നപ്പോൾ ക്യാരിയുടെ വയറ്റിൽ ദേവയുണ്ടായിരുന്നു എന്നും റാബിറ്റിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ ജോബാണ് തനിക്ക് ക്യാരി എന്ന പേര് നൽകിയത് എന്നും, അങ്ങനെ ഒരു കഫേയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഗോർഡൻ തന്നെ ഇഷ്ടമാണെന്ന് പറയുകയും ദേവയുടെ നല്ലതിനു വേണ്ടി താനത് സമ്മതിക്കുകയും ചെയ്തെന്നും ദേവയുടെ അച്ഛൻ മരിച്ചു പോയെന്ന് കള്ളം പറഞ്ഞ് ഗോർഡനെ വിവാഹം ചെയ്തതാണെന്നും ക്യാരി ലൂക്കസിന്റെ അടുത്ത് പറയുമ്പോൾ, ദേവ എന്റെ മകളാണ്, അവൾ ഈ സത്യമെല്ലാം അറിയണം എന്ന് ലൂക്കസ് ക്യാരിയുടെ അടുത്ത് പറയുമ്പോൾ, ഗോർഡൻ ദേവയെ സ്വന്തം മകളായിട്ടാണ് നോക്കുന്നത് എന്നും അവളുടെ നല്ലതിനു വേണ്ടി നീ അത് ചെയ്യരുത് എന്നും, ക്യാരി ലൂക്കസിന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും അറിയരുത് എന്നും, അറിഞ്ഞാൽ നിന്നെ ഞാൻ തീർക്കും എന്ന് പറഞ്ഞ് ക്യാരി അവിടെ നിന്നും ഇറങ്ങുന്നു. അങ്ങനെ ക്യാരി തന്റെ കാറിന്റെ അരികിലേക്ക് പോകുമ്പോഴാണ് റാബിറ്റിന്റെ സഹായിയായ ഒലക് പുറകിൽ നിന്നും വന്ന് ക്യാരിയോട്, അപ്പൊ എങ്ങനെയാ പോയാലോ എന്ന് പറഞ്ഞ് ഒലക് ക്യാരിയെ ബുള്ളറ്റ് പോയിന്റിൽ നിർത്തി കാറിന്റെ ഡിക്കിയിൽ കയറാൻ പറയുന്നു. അങ്ങനെ അവിടെ നിന്നും ഒലക് ക്യാരിയുമായി പോകാൻ നോക്കുമ്പോഴാണ് ലൂക്കസ് തോക്കുമായി അങ്ങോട്ടേക്ക് വരുന്നത്. സുഖമല്ലേ മോനെ? ആ സീൻ കട്ട് ചെയ്ത് ക്യാരിയുടെ വീട് കാണിക്കുന്നു. അവിടെ രാവിലെ എഴുന്നേറ്റ് ക്യാരിയെ നോക്കുന്ന ഗോർഡൻ ക്യാരിയെ കാണാത്തതും ക്യാരിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളെ തുടർന്നും ഒരു സംശയം തോന്നി അവരുടെ ബെഡ്റൂം മുഴുവനും എന്തെങ്കിലും ക്യാരി തന്നിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ഒരു ഭ്രാന്തനെ പോലെ തിരയുകയാണ്. ആ സീൻ കട്ട് ചെയ്ത് റെബേക്കയെ കാണിക്കുന്നു. തന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയ റെബേക്ക നേരെ വരുന്നത് പ്രോക്ടറുടെ വീട്ടിലേക്കാണ്. റെബേക്കയുടെ മുഖം കണ്ടതും പ്രോക്ടർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു. അതിനുശേഷം പ്രോക്ടർ റെബേക്കയ്ക്ക് തന്റെ വീട്ടിലെ ഒരു മുറി കാണിച്ചു കൊടുക്കുന്നു. മോളിവിടെ താമസിച്ചോ, ആരും നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടില്ല, എനിക്ക് വേറെ ഇടമില്ല താമസിക്കാൻ എന്ന് റെബേക്ക നിസ്സഹായതയോടെ പ്രോക്ടറോട് പറയുമ്പോൾ, പണ്ട് സ്ഥിരം ഗുണ്ടകൾ വന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് കൃഷി ചെയ്യുന്നതിന് പണം പിടിച്ചെടുക്കുമായിരുന്നു. അങ്ങനെ ഒരു നാൾ അച്ഛനെ തല്ലുന്നത് കണ്ട് ഞാൻ അവരെ തിരിച്ചടിച്ചു. അവന്മാരെ ദേഹത്തു നിന്ന് ചോര വരുന്നത് വരെ ഞാൻ അവന്മാരെ അടിച്ചു. ഞാൻ അവരെ തല്ലിയതിനാണ് 19-ാം വയസ്സിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നും എന്നെ പുറത്താക്കിയത്. സ്വന്തം അച്ഛനെ സംരക്ഷിക്കാനാണ് ഞാനത് ചെയ്തതെന്ന് പോലും അവർ മനസ്സിലാക്കിയില്ല. സംഭവം നടന്ന ആ ദിവസം രാത്രിയിൽ ആ മഴയത്ത് എന്നെ ഇറക്കി വിട്ടത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞ് പ്രോക്ടർ റെബേക്കയോട് വീടെല്ലാം ചുറ്റിക്കാണാൻ പറഞ്ഞിട്ട് തനിക്കൊരു സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞ് പ്രോക്ടർ അവിടെ നിന്നും പോകുന്നു. ആ സീൻ കട്ട് ചെയ്ത് ലൂക്കസും ക്യാരിയും ചേർന്ന് ഒലക്കിനെ കെട്ടിയിട്ടേക്കുന്നതാണ് കാണിക്കുന്നത്. ഒലക്കിന്റെ ഫോണിൽ നിന്നും ഒലക് റാബിറ്റിന്റെ അടുത്ത് വിവരങ്ങൾ ഇതുവരെ വിളിച്ച് പറഞ്ഞിട്ടില്ലെന്ന് ലൂക്കസിന് മനസ്സിലാകുന്നു. ഇത് കേട്ട് ക്യാരി ആ മുറിയിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോകുന്നു. കൂടെ ലൂക്കസും, ഒലക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വൈകാതെ റാബിറ്റും ഇവിടെ എത്തും, എന്റെ കുടുംബത്തെ അവർ നശിപ്പിക്കും എന്ന് ക്യാരി പറയുമ്പോൾ, റാബിറ്റ് ഇവിടെ വരുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ടേക്ക് ചെന്ന് റാബിറ്റിനെ കൊല്ലാം എന്ന് പറയുന്ന ലൂക്കസിന്റെ അടുത്ത്, എന്റെ കുടുംബത്തിന് വേണ്ടി മരിക്കാനും എനിക്ക് പേടിയില്ല എന്ന് ക്യാരി ലൂക്കസിന്റെ അടുത്ത് പറയുന്നു. അവിടുന്ന് കട്ട് ചെയ്ത് പ്രോക്ടറുടെ വീട് മുഴുവൻ ചുറ്റിക്കാണുന്ന റെബേക്കയെ കാണിക്കുന്നു. മറുഭാഗത്ത് പ്രോക്ടർ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ബന്ധുക്കളുടെ അടുത്തേക്ക് പോകുന്നു. നിങ്ങൾക്കെല്ലാം എന്തിൻ്റെ കേടാണ്, ഒരു പെൺകുട്ടിയാണോ ഇങ്ങനെ ഇറക്കി വിടുന്നത് എന്നും പറഞ്ഞ് പ്രോക്ടർ തൻ്റെ ഉള്ളിലുള്ള ദേഷ്യമെല്ലാം അവിടെ പറഞ്ഞു തീർത്തിട്ട്, ഇനി റെബേക്കയുടെ കാര്യം ചോദിച്ച് ആരും എൻ്റെ വീടിൻ്റെ അടുത്ത് പോലും വന്നേക്കരുത് എന്ന് പറഞ്ഞ് പ്രോക്ടർ അവിടെ നിന്നും പോകുന്നു.
അടുത്ത സീനിൽ ഒലക്കിന്റെ അടുത്തേക്ക് വരുന്ന ലൂക്കസിന്റെയും കാരിയുടെയും അടുത്ത് ഒലക് പറയുന്നു, നിങ്ങൾ തമ്മിൽ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ലല്ലേ? പക്ഷേ പരിപാടികൾ നടക്കുന്നുണ്ട് പഴയതുപോലെ. പണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയത്തെക്കുറിച്ച് ഞാനാണ് റാബിറ്റിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തത് എന്ന് ഒലക് അവരോട് പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു കാർ വരുന്ന ശബ്ദം കേട്ട് ലൂക്കസും കാരിയും പോയി നോക്കുമ്പോൾ കാണുന്നത് റെബേക്ക ലൂക്കസിനെ കാണാൻ വരുന്നതാണ്. ലൂക്കസ് ഉടനെ അങ്ങോട്ടേക്ക് ചെന്ന് താൻ കുറച്ച് തിരക്കിലാണ്, പിന്നെ നമുക്ക് കാണാം എന്ന് പറയുന്നുണ്ടെങ്കിലും തനിക്കിപ്പോ സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് റെബേക്ക പറയുന്നു. അങ്ങനെ ലൂക്കസ് റെബേക്കയെ ഒരു വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവിടെ നിന്നും കൊണ്ടുപോകുന്നു. ഇതേ സമയം കാരി ഒലക്കിനോട്, നീ എന്തിനാ എന്റെയും അവന്റെയും കാര്യം റാബിറ്റിനോട് പറഞ്ഞതെന്ന് എനിക്കറിയാം, നിനക്കെന്നെ പണ്ടേ ഇഷ്ടമായിരുന്നു അല്ലേ എന്ന് കാരി പറയുമ്പോൾ, നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു എന്ന് ഒലക്കിന്റെ മറുപടി കേട്ട് കാരി ഒലക്കിനെ അടിക്കുന്നു. അപ്പോഴാണ് ഒലക് കാരിയോട് പെട്ടെന്ന് ദേഷ്യപ്പെട്ട്, ഓടി രക്ഷപ്പെട്ടോ മോളെ എന്ന് പറഞ്ഞ് തന്റെ വിലം കഴിച്ച് ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന കാരിയെ തല്ലുന്നത്. അവിടെ വെച്ച് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലത് കൊടുക്കുന്നു. ഒരു ഉഗ്രൻ ഫൈറ്റ് തന്നെ അവിടെ നടക്കുന്നു. ആ സീൻ കട്ട് ചെയ്ത് ഒരു ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അവിടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ട കിനാഹോ സൊസൈറ്റിയുടെ തലവനായ ബെഞ്ചമിൻ ലോങ് ഷാഡോ മരിക്കുകയാണ്. അവിടെ അയാളുടെ മകൻ അലക്സുമുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു പുതിയ ക്യാരക്ടർ വരുന്നത്, ബെഞ്ചമിന്റെ ഇളയ മകളായ നോള. നോള വന്ന് അലക്സിനെ കണ്ടിട്ട്, എനിക്ക് അച്ഛനെ കാണണ്ട, ചേട്ടനെ കാണാനാ ഞാനിവിടെ വന്നത് എന്ന് പറഞ്ഞിട്ട് നോള അവിടെ നിന്നും പോകുന്നു. മറുഭാഗത്ത് ഗോർഡൻ തന്റെയും കാരിയുടെയും മുറി മുഴുവനും വാരി വലിച്ച് നോക്കി അവസാനം കാരിയുടെ ഒരു പഴയ ലോക്കറ്റ് ഗോർഡന് കിട്ടുന്നു. എന്തായിരിക്കും ആ ലോക്കറ്റിനുള്ളിൽ നമുക്ക് കാണാവേ. ഇതേ സമയം റെബേക്കയോട് സംസാരിച്ച് തിരിച്ചു വരാൻ നോക്കുന്ന ലൂക്കസിന്റെ അടുത്തേക്ക് സേവ്യർ വരുന്നു. തനിക്ക് ഉടനെ ഒരു സ്ഥലത്ത് പോകണമെന്ന് ലൂക്കസ് പറയുന്നുണ്ടെങ്കിലും എനിക്കിപ്പോ സംസാരിച്ചേ പറ്റൂ എന്ന് സേവ്യർ പറഞ്ഞ് ലൂക്കസിനെ അവിടെ പിടിച്ചു നിർത്തുന്നു. മറുഭാഗത്ത് കാരിയുടെയും ഒലക്കിന്റെയും തീ പാർന്ന അടി നടക്കുകയാണ്. അവസാനം ഒലക് കാരിയുടെ വയറിൽ കുത്തി കാരിയെ അവിടെ നിന്നും കൊണ്ടുപോകാൻ നോക്കുമ്പോഴാണ് കാരി ഒരു തടിക്കഷ്ണം കൊണ്ട് ഒലക്കിനെ കുത്തുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും തറയിലേക്ക് വീഴുന്നു. താഴെ വീഴുന്ന ഒലക് ഇഴഞ്ഞ് കാരിയുടെ നെഞ്ചിൽ കിടന്ന് മരിക്കുകയാണ്. അപ്പോഴാണ് കാരിയുടെ മനസ്സിൽ താനും ലൂക്കസും ഒലക്കും ചേർന്നുള്ള പഴയ ഓർമ്മകൾ വരുന്നത്. ആ ഫ്ലാഷ് ബാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അവർ മൂവരും എത്ര സന്തോഷത്തിലാണ് കഴിഞ്ഞിരുന്നതെന്ന്. ആ സീൻ അവിടെ കട്ട് ചെയ്ത് ലൂക്കസ് കാരിയുടെ അടുത്തേക്ക് വേഗത്തിൽ കാർ ഓടിച്ച് വരുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ലൂക്കസ് അവിടെ എത്തി ഓടിച്ചെന്ന് തന്റെ മുറിയിൽ നോക്കുമ്പോൾ കാണുന്നത് കാരിയും ഒലക്കും തറയിൽ ചോരയൊലിച്ച് കിടക്കുന്നതാണ്. ലൂക്കസ് അങ്ങോട്ടേക്ക് ഉടനെ ചെന്ന് ഒലക് മരിച്ചുവെന്ന് മനസ്സിലാക്കി കാരിയെ ഉടനെ അവിടെ നിന്നും എടുത്തുകൊണ്ടു പോകുന്നു. ആ സീൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയുമ്പോൾ ലൂക്കസ് ദേവ തന്റെ മകളാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഗോർഡന് കിട്ടിയ ലോക്കറ്റിൽ എന്താകും ഉള്ളത്? അടുത്ത എപ്പിസോഡിൽ റാബിറ്റ് ബാൻഷിലേക്ക് എത്തുമ്പോൾ എന്താകും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. Back into the sea, all the way down. Why'd it take all our life to explain that it's more beautiful when you're here? I remember the light when it turned around and revealed all the truth, no escape.